ഹലോ ഫ്രണ്ട്സ്, ടെക്നിക്കിൻ്റെ മലയാളം ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഇൻഫിനിക്സിൻ്റെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണായ ഇൻഫിനിക്സ് സ്മാർട്ട് 3 ആണ്. അപ്പോൾ ഇൻഫിനിക്സ് സ്മാർട്ട് 3 അൺബോക്സിംഗ് നമ്മൾ ഈ ചാനലിൽ ഓൾറെഡി ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇൻഫിനിക്സ് സ്മാർട്ട് 3 പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഏറ്റവും ചീപ്പസ്റ്റ് AI ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. അതായത് ട്രിപ്പിൾ ക്യാമറയാണ് ബാക്ക് പാനലിൽ വരുന്നത്. നമ്മൾ നേരത്തെ അൺബോക്സ് ചെയ്തപ്പോൾ പറയുണ്ടായി ട്രിപ്പിൾ ക്യാമറയാണ്. 13+2+ ലോ ലൈറ്റ് സെൻസറാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 6,999 രൂപ, അതായത് 7,000 രൂപയ്ക്ക് ഏറ്റവും ചീപ്പസ്റ്റ് ആയ ട്രിപ്പിൾ ക്യാമറ സ്മാർട്ട് ഫോണാണ് ഇൻഫിനിക്സ് സ്മാർട്ട് 3+. അതുകൂടാണ്ട് തന്നെ ഇതിനകത്ത് ഹീലിയോ A22 ക്വാഡ് കോർ പ്രോസസ്സറും 2GB റാമും 32GB സ്റ്റോറേജും പിന്നെ ഒരു 8 MP സെൽഫി ക്യാമറയും ആൻഡ്രോയിഡ് 9.0 അപ്ഡേറ്റും വന്നിട്ടുണ്ട്. അതുകൂടാണ്ട് തന്നെ ഇതിനകത്ത് വരുന്നത് 6.2 ഇഞ്ചസ് HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. 3500 mAh കപ്പാസിറ്റി ബാറ്ററി ഉണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ റിവ്യൂയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് നോക്കുന്നത് ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയാണ്. ഇപ്പോൾ ഫ്രണ്ട് പാനൽ ഡിസൈൻ നോക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു ഡിസൈൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം വാട്ടർ ഡ്രോപ്പ് നോച്ച് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബെസൽസ്, സൈഡ് ബെസൽസ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബെസൽസ് ആണ്. ബോട്ടം ബെസൽസ് കുറച്ച് ഹയർ ആണ് എങ്കിൽ പോലും ബഡ്ജറ്റ് സെഗ്മെന്റിൽ അത് കുഴപ്പമില്ലാത്തൊരു അക്സെപ്റ്റബിൾ ബെസൽസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ബെസൽലെസ് ഡിസ്പ്ലേ ഈ പ്രൈസ് സെഗ്മെന്റിൽ തീർച്ചയായിട്ടും നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു നല്ല ഡിസൈൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ സൈഡിൽ പവർ ആൻഡ് വോളിയം കീസ് ആണ് വരുന്നത്. ബാക്ക് പാനലാണെങ്കിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. ഇൻഫിനിക്സ് ബ്രാൻഡിംഗ് ആണ്. ഫിംഗർ പ്രിന്റ് സ്കാനറും ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഇതിനകത്ത് ഫിംഗർ പ്രിന്റ് സ്കാനറിന്റെ ഒപ്പം തന്നെ ഫേസ് അൺലോക്കും ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഇതിനകത്ത് 3.5mm ഓഡിയോ ജാക്കും സ്പീക്കർ യൂണിറ്റും മൈക്രോ USB ചാർജിങ് സ്ലോട്ടുമാണ് വരുന്നത്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഡിസൈൻ നല്ലതാണ്. ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. ബഡ്ജറ്റ് സെഗ്മെന്റ് ആയത് കാരണം ഗ്ലാസ് അല്ല, പ്ലാസ്റ്റിക് മെറ്റീരിയൽ. എങ്കിൽ പോലും നല്ലൊരു ഫിനിഷാണെന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് കണ്ടില്ലേ, ഒരു ഗ്ലാസിൻ്റെ പോലത്തെ ഒരു ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓവറോൾ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി നല്ലതാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. ഇനി ഡിസ്പ്ലേ കുറിച്ച് പറയാം. ഡിസ്പ്ലേ വരുന്നത് 6.2 ഇഞ്ചസ് HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. പൊതുവെ ബഡ്ജറ്റ് സെഗ്മെന്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിസ്പ്ലേക്ക് അത്ര വലിയ മുൻതൂക്കം കൊടുക്കാറില്ല. എന്നാൽ അങ്ങനെയല്ല ഇൻഫിനിക്സ് സ്മാർട്ട് 3+ന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇൻഫിനിക്സ് സ്മാർട്ട് 3+ന്റെ ഡിസ്പ്ലേ വളരെ നല്ലൊരു ഡിസ്പ്ലേ ആണെന്ന് വേണമെങ്കിൽ പറയാം. നല്ല വൈബ്രന്റ് ആൻഡ് കളർഫുൾ ഡിസ്പ്ലേ ആണ്. നല്ല ബ്രൈറ്റ്നസ് ലെവൽസും ടച്ച് റെസ്പോൺസും വളരെ സ്മൂത്ത് ആണ്. പിന്നെ വ്യൂവിംഗ് ആംഗിൾസും അത്യാവശ്യം നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബഡ്ജറ്റ് സെഗ്മെന്റിൽ ഇൻഫിനിക്സ് സ്മാർട്ട് 3+ന്റെ ഡിസ്പ്ലേ നല്ലതാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. പിന്നെ നമുക്ക് സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയാം. സോഫ്റ്റ്വെയർ ഇതിനകത്ത് വരുന്നത് ആൻഡ്രോയിഡ് 9.0 ആണ്. ഇൻഫിനിക്സിന്റെ കസ്റ്റം UI ആണ് XOS എന്ന് പറയുന്നത്. അപ്പോൾ XOS ആണ് ഇതിനകത്തും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ XOSന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു കസ്റ്റമൈസ്ഡ് UI ആണ്. കുറച്ചുകൂടി റിഫൈൻഡ് ആണ്. പ്രീവിയസ് ഇൻഫിനിക്സ് സ്മാർട്ട് ഫോൺസിനേക്കാളും അപേക്ഷിച്ച് റിഫൈൻഡ് UI ആണ്. കാരണം നമുക്ക് ഐക്കൺസും കുറച്ചൊക്കെ ഒരു മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ അഡീഷണൽ ആയിട്ട് തീം സപ്പോർട്ട് ഉണ്ട്, ജെസ്റ്റേഴ്സും ആക്ഷൻസും. അങ്ങനെ നമ്മൾ സാധാരണ ഒരു കസ്റ്റമൈസ് UIയിൽ കാണുന്ന പോലെ തന്നെ കുറച്ച് കസ്റ്റമൈസേഷൻ ഓപ്ഷൻസും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഒരു കാര്യം എടുത്തു പറയാവുന്നതിൽ ഇതിനകത്ത് UIയിൽ കുറച്ച് നോട്ടിഫിക്കേഷൻസും സജഷൻസും വരുന്നുണ്ട്. കുറേ അൺവാണ്ടഡ് ഗെയിംസും അങ്ങനത്തെ കുറേ സജഷൻസ് വരുന്നുണ്ട്. ഈവൻ ആപ്പ് ഡ്രോവറിൽ നമ്മൾ അങ്ങനത്തെ കുറച്ച് സജഷൻസ് കാണുകയുണ്ടായി. പക്ഷെ അത് ടേൺ ഓഫ് ചെയ്യാൻ നിങ്ങൾക്ക് ഇവിടെ പോയിട്ട് നമുക്ക് ടേൺ ഓഫ് ചെയ്യാൻ കണ്ടില്ലേ, സജഷൻസ് X തീം എൻ്റെ ഉള്ളിൽ തന്നെ ഇവിടെ സജഷൻസ് വേണമെങ്കിൽ നമുക്ക് പോയി ടേൺ ഓഫ് ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റന്റ് ആപ്സ് എന്നാണ് അതിന് പറയുന്നത്. അത് അതിന് വേണമെങ്കിൽ നമുക്ക് ടേൺ ഓഫ് ചെയ്യാം. പിന്നെ കുറച്ച് ബ്ലോട്ട് വേസും ഇൻക്ലൂഡഡ് ആണ്. ബ്ലോട്ട് വേസ് നമുക്ക് വേണമെങ്കിൽ റിമൂവ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഓവറോൾ എക്സ്പീരിയൻസ് കുഴപ്പമില്ല. പിന്നെ ചില സമയത്ത് ചെറിയൊരു സ്ലഗിഷ്നെസ് കാണാം, ചെറിയൊരു റെസ്പോൺസ് ഇഷ്യൂസ് കാണാം നമുക്ക്. പ്രത്യേകിച്ച് ഒരുപാട് നോട്ടിഫിക്കേഷൻ വരുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് കുറേ ആപ്സ് റൺ ചെയ്യുമ്പോഴോ ഒക്കെ ചെറിയൊരു സ്ലഗിഷ്നെസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതായിരുന്നു XOSനെ കുറിച്ച് പറയുകയാണെങ്കിൽ. ഇനി പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹീലിയോ A22 ആണ് പവർ ചെയ്യുന്നത്. 2GB റാമും 32GB സ്റ്റോറേജുമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഹെവി യൂസേജിന് പറ്റിയ ഡിവൈസ് അല്ല. കാരണം ഹീലിയോ A22 പറഞ്ഞാൽ ഒരു ബഡ്ജറ്റ് സെഗ്മെന്റിൽ വരുന്ന ഒരു പ്രോസസ്സറാണ് MediaTekന്റെ. അതുകൊണ്ട് തന്നെ പെർഫോമൻസ് സൈഡ് കുഴപ്പമില്ല. ഡേ ടു ഡേ യൂസേജിൽ നല്ല പെർഫോമൻസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഹെവി യൂസേജിന് പറ്റിയൊരു ഡിവൈസ് അല്ല. അതുകൂടാണ്ട് തന്നെ ഗെയിമിങ്ങിനും പറ്റിയൊരു ഡിവൈസ് അല്ല. ഗെയിമിങ്ങിന് നമ്മൾ PUBG ഒക്കെ കളിച്ചപ്പോൾ ഇത് ലാഗ് ഉണ്ടായി. അതുകൂടാണ്ട് തന്നെ PUBG ക്രാഷും ചെയ്യുന്നുണ്ടായി. കാരണം റാം യൂസേജ് വളരെ അധികമുള്ള ഗെയിംസ് ഒന്നും ഇതിനകത്ത് പോസിബിൾ അല്ല. കാഷ്വൽ ഗെയിംസ്, അതായത് ടെമ്പിൾ റണ്ണോ സർവേ സർഫേഴ്സോ ചെറിയ ഗെയിംസ് ഒക്കെ നമുക്ക് കളിക്കാം. പക്ഷേ ഹെവി ഇൻറ്റൻസീവ് ഗെയിംസ് ഒന്നും ഇതിൽ കളിക്കാൻ പറ്റുന്നതല്ല. പിന്നെ ഇതിനകത്ത് ഫിംഗർ പ്രിന്റ് സ്കാനറും ഫേസ് അൺലോക്കും ഉണ്ട്. നല്ല പെർഫോമൻസ് ആണ്. ഫേസ് അൺലോക്കും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഇനി ഇതിനകത്ത് ഡുവൽ സിം കാർഡും 4G LTEയും ഡുവൽ വോൾട്ടി സപ്പോർട്ടും ഉണ്ട്. പിന്നെ നമുക്ക് പറയാവുന്നത് ക്യാമറയെ കുറിച്ചാണ്. അപ്പോൾ ഇതിനകത്ത് വരുന്നത് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. AI ട്രിപ്പിൾ ക്യാമറയാണ് വരുന്നത്. പ്രൈമറി 13 MP ക്യാമറയും സെക്കൻഡറി 2 MP ക്യാമറയും ഒരു ലോ ലൈറ്റ് സെൻസറാണ് വരുന്നത്. AI ട്രിപ്പിൾ ക്യാമറയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. LED ഫ്ലാഷും ഫ്രണ്ട് പാനലിൽ ഒരു 8 MP ക്യാമറയാണ്
ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊരു മികച്ച ക്യാമറ സ്മാർട്ട് ഫോൺ ആണെന്ന് വേണമെങ്കിൽ പറയാം. 7000 രൂപയ്ക്ക് നല്ലൊരു ക്യാമറ പെർഫോമൻസ് ആണ് ഇത് കാഴ്ചവെക്കുന്നത്. നല്ല വൈബ്രൻറ്റും കളർഫുള്ളും ആയ ഇമേജസും ആണ്, സെൽഫി എക്സ്പീരിയൻസും നല്ലതാണ്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു ക്യാമറ സെറ്റപ്പ് ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നല്ല ഒരു എക്സ്പീരിയൻസ് ബഡ്ജറ്റ് സെഗ്മെന്റിൽ കിട്ടുക എന്നുള്ളത് എല്ലാ സ്മാർട്ട് ഫോൺസിനും കഴിയുന്നതല്ല. പക്ഷേ ഇൻഫിനിക്സ് സ്മാർട്ട് 3 പ്ലസിൽ നല്ലൊരു ക്യാമറയാണെന്ന് നമുക്ക് പറയാവുന്നതാണ്. പിന്നെ ഇതിനകത്ത് വരുന്നത് ബാറ്ററി ലൈഫാണ്. 3500 mAh ബാറ്ററി ലൈഫാണ്, ബാറ്ററി കപ്പാസിറ്റിയാണ് വരുന്നത്. ബാറ്ററി ലൈഫ് അത്യാവശ്യം നല്ലതാണ്. നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് ഒരു ദിവസത്തിന് മേളിൽ കിട്ടി. സ്ലൈറ്റ്ലി എബവ് എ ഡേ നമുക്ക് ബാറ്ററി ലൈഫ് കിട്ടി. അപ്പോൾ അത് നമ്മൾ നോർമൽ യൂസേജിലാണ്. അപ്പോൾ കോൾസ്, എന്താ പറയുക, ഡെയിലി യൂസേജ്, ബ്രൗസിങ്, കാഷ്വൽ സോഷ്യൽ ഷെയറിങ്, അങ്ങനത്തെ എല്ലാം കൊണ്ട് തന്നെ ഒരു ദിവസത്തിനേറെ സ്ലൈറ്റ്ലി എബവ് എ ഡേ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത്യാവശ്യം നല്ല ബാറ്ററി ലൈഫാണ്. ഒരു ദിവസം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടുന്നതാണ് 3500 mAh കപ്പാസിറ്റി ബാറ്ററിയിൽ നിന്ന്. അപ്പോൾ അതായിരുന്നു ബാറ്ററി ലൈഫ്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇൻഫിനിക്സ് സ്മാർട്ട് 3 പ്ലസ് നല്ലൊരു ബഡ്ജറ്റ് ഓഫറിംഗ് ആണെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. കാരണം 6999 രൂപയ്ക്ക് നല്ലൊരു ഡിസ്പ്ലേ, നല്ലൊരു ഡിസൈനും ബിൽഡ് ക്വാളിറ്റി, പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസും നല്ല ക്യാമറാസും നല്ല ബാറ്ററി ലൈഫുമാണ് ഇൻഫിനിക്സ് സ്മാർട്ട് 3 പ്ലസ് തരുന്നത്. അപ്പോൾ ഇൻഫിനിക്സ് സ്മാർട്ട് 3 പ്ലസിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നല്ല ക്യാമറ പെർഫോമൻസ് ആണ്. അപ്പോൾ ക്യാമറയാണ് നിങ്ങളുടെ പ്രയോറിറ്റി എങ്കിൽ ബഡ്ജറ്റ് സെഗ്മെന്റിൽ ഇൻഫിനിക്സ് സ്മാർട്ട് 3 പ്ലസ് ഡെഫിനറ്റ്ലി ഒരു വേർത്തി സ്മാർട്ട് ഫോണാണ് നമുക്ക് പറയാം. അപ്പോൾ അതായിരുന്നു ഡീറ്റെയിൽ റിവ്യൂ ഇൻഫിനിക്സ് സ്മാർട്ട് 3 പ്ലസിൻ്റെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നായിരിക്കുന്നു. കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.